ഹായ് കൂട്ടുകാരെ, ഇന്നലെ ഓശാന ശനിയാഴ്ചയായിരുന്നു. കൊഴുക്കട്ടയ്ക്ക് ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചു. മാവെല്ലാം കുഴച്ചൊക്കെ വെച്ച് എല്ലാം സെറ്റാക്കി വെച്ചു കേട്ടോ. ആ സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നിന്നതാണ്. പെട്ടെന്ന് കറണ്ട് പോയി. ഇടിവെട്ടും മഴയും എല്ലാം ആയിരുന്നു. അതുകൊണ്ട് കറണ്ടും പോയി, ആകെ ഇരുട്ടായി. എന്നാലും ഞാൻ തോറ്റ് പിന്മാറിയൊന്നുമില്ല കേട്ടോ. ഞാൻ കോഴിക്കോട്ട ഉണ്ടാക്കാൻ തന്നെ തീരുമാനിച്ചു. ഞാൻ ഒരു മെഴുകുതിരിയൊക്കെ കത്തിച്ച് കോഴിക്കോട്ട ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. ആദ്യം കുരിശാണ് ഉണ്ടാക്കിയത്. പിന്നെ അതേ ഓരോ കൊഴുക്കട്ടകളായിട്ട് കൊട്ട പോലെ പെട്ടെന്ന് കറണ്ട് വന്നു കേട്ടോ. അപ്പോൾ സന്തോഷമായി. പുറത്താണെങ്കിൽ മഴ പെയ്ത് തോർന്നു. അപ്പോൾ അതേ കോഴിക്കോട്ടേക്ക് അതിങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി തുടങ്ങുകയാണെങ്കിൽ ഈ മെഴുകുതിരി ഞങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. ഒരു ഉണ്ണിയുടെ മാമോദീസയ്ക്ക് ഞങ്ങൾ പോയപ്പോൾ തന്നതാണ്. അങ്ങനെ ഇത് കോഴിക്കോട്ട ഓരോന്നായി ഇതേ കൊട്ട പോലെ ഇങ്ങനെ ഉണ്ടാക്കണം. ചിലത് ഷേപ്പൊന്നും ഇല്ല കേട്ടോ. എന്നാലും നമുക്ക് പറ്റുന്ന മാതിരിയൊക്കെ ഒരു ഷേപ്പിലൊക്കെ അങ്ങ് ഉണ്ടാക്കി. അപ്പോൾ അത് കൊട്ട പോലെ ഉണ്ടാക്കി. അതിൻ്റെ ഉള്ളിൽ ആ തേങ്ങയും ചുക്കും പിന്നെന്താണ് ചുക്കും പിന്നെ ഒരു സാധനം കൂടി ഉണ്ടല്ലോ, ഏലക്ക എല്ലാം ഇട്ട് ശർക്കര പാനിയിൽ വിളയിച്ച സാധനമാണ്. അത് ഈ കൊട്ട പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്ത് ഫില്ല് ചെയ്ത് അത് നല്ല റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ഉരുട്ടിയെടുക്കണം. അപ്പം അത് അങ്ങനെ ചെയ്താൽ ചിലത് പറഞ്ഞ പോലെ ഷേപ്പൊക്കെ ഇത്തിരി കുറവാണ്. എന്നാലും ഇതേ ഒരുവിധമൊക്കെ ഒപ്പിച്ചു. അങ്ങനെ ആദ്യം ഉണ്ടാക്കിയത് കൊഴുക്കട്ടയാണ്. പിന്നെ പീച്ചാമ്പിടിയെന്ന് ഞങ്ങൾ പറയാം. ആ പീച്ചാമ്പിടി ആ മാവിൽ തന്നെ കുറച്ച് തേങ്ങയെല്ലാം ചെരുകിയിട്ടിട്ട് ഒന്ന് കുഴച്ചെടുത്ത് അത് ഓരോ പീച്ചാമ്പിടിയായിട്ട് ഉണ്ടാക്കി. അത് കഴിഞ്ഞത് മൊത്തം ഇഡലി ചെമ്പ് വെച്ച് അതിൽ വെള്ളം തിളച്ചു നല്ല കുടുകുടാന്ന് തിളയ്ക്കാണ്. അപ്പോൾ അത് ഇഡലി തട്ട് വെച്ചിട്ട് അതിലാണ് ഇത് വെക്കുന്നത്. അത് ഓരോ കൊഴുക്കട്ടയായിട്ട് വെച്ച് വെക്കുകയാണ്. നല്ല വെള്ളം നല്ല പോലെ തിളയ്ക്കുകയാണ് കേട്ടോ. നല്ല പോലെ തിളയ്ക്കണം, എന്നാലും ഇത് വേവുള്ളൂ. പിന്നെ അത് പീച്ചാമ്പൊടി അതിന് മീതെ പെറുക്കി വെച്ചു. ഏറ്റവും ലാസ്റ്റ് നമ്മുടെ കുരിശ്, അതാദ്യം കുരിശാണ് ഉണ്ടാക്കുക. കുരിശ് ഇതെല്ലാം ഏറ്റവും ലാസ്റ്റ് അതിന് മുകളിൽ വെച്ച് കൊടുത്തു. അങ്ങനെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും സാധനം റെഡിയായി. നമ്മുടെ കോഴിക്കോട്ട പീച്ചാമ്പൊടി റെഡി ആയിട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞു, സെറ്റായി. അത് അടച്ചു വെച്ചു. അങ്ങനെ പിറ്റേ ദിവസം നേരം ഓശാന ഞായറാഴ്ചയാണ് പള്ളിയിൽ പോകാനായിട്ട് ഞാൻ ഒരുങ്ങി. അതുപോലെ ചേട്ടൻ ഒരുങ്ങി. പിന്നെ മോൻ ഒരുങ്ങി. അങ്ങനെ ഞങ്ങളുടെ 6:30 കുർബാനയ്ക്ക് പോകണം. അതുകൊണ്ട് നേരമൊന്നും വെളുത്തിട്ടില്ല കേട്ടോ. ഇന്നലെയാണെങ്കിൽ മഴയുള്ളത് കൊണ്ട് മഴക്കാറും ആകെ മൂടി കെട്ടിയിട്ടാണ് നിൽക്കണം. അങ്ങനെ പോയി പള്ളിയിലൊക്കെ പോയി വന്ന് ഹാപ്പി ആയിട്ട് ഞങ്ങൾ കുരുത്തോരയൊക്കെ പിടിച്ചിട്ട് ഞാൻ വരണ കേട്ടോ. അങ്ങനെ സന്തോഷമായിട്ട് വരാണ്. കുരുത്തോരയൊക്കെ പിടിച്ചിട്ടുള്ള എൻ്റെ ചിരിയൊക്കെ കണ്ട. അങ്ങനെ ഞാൻ നല്ല അടിപൊളിയായിട്ട് വരാണ്. അങ്ങനെ നമ്മുടെ വീട്ടിൽ എത്താറായി കേട്ടോ. വീട്ടിലേക്ക് വന്നുകൊണ്ട് വീടിൻ്റെ അവിടെയുള്ള ഒരു ഇട വഴിയാണ്, ആ വഴിയിൽ കൂടിയാണ് വരുന്നത്. അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം അടുത്ത പണി ചെയ്യാനായിട്ട്. വീടൊക്കെ ആകെ ചവറെല്ലാം വീണ് ആകെ ഇതായിട്ട് കിടക്കണത്. മൊത്തം ചവറാണ്. ചേട്ടൻ വരുന്നു. പിന്നെ വീട്ടിലേക്ക് എത്തി. അങ്ങനെ വീട്ടിൽ കയറാണ്. ഞാൻ ആ കുരിശ് ഞാൻ സ്വയം ഉണ്ടാക്കിയതാണ് കേട്ടോ. പലർക്കും അറിയാൻ ഉണ്ടാക്കാനായിട്ട്. ഞാനും അങ്ങനെയൊന്നും ഉണ്ടാക്കിയത്. മോനെ കുരുത്തോര ഉയർത്തി കാണിക്കുന്നുണ്ട്. അതിന് ജനാലെല്ലാം തുറന്ന് ഡ്രസ്സൊക്കെ മാറി. ഇന്നലെ ഉണ്ടാക്കി വെച്ച കൊഴുക്കട്ട ഒന്നും കൂടിയും ഒന്ന് ആവി കയറ്റാമെന്നും വിചാരിച്ച് ആവിയൊക്കെ കയറ്റി സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കത് കഴിക്കണം. വിശന്ന് പൊരിഞ്ഞാണ് ഞങ്ങൾ വരുന്നതെന്ന് വെച്ചാൽ കുർബാന വിചാരിച്ചാലും നേരം വൈകിയാണ് കഴിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് കോഴിക്കോട്ടയൊക്കെ എടുത്ത് വെച്ച് ഞങ്ങൾ കഴിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം വീടൊക്കെ മൊത്തം വൃത്തിയാക്കാൻ. അങ്ങനെ നമ്മുടെ കോഴിക്കോട്ട കാപ്പിയൊക്കെ ഉണ്ടാക്കി അങ്ങനെ എല്ലാം കഴിച്ചു. ഇതൊക്കെ ഞാൻ പുറത്തെടുത്ത് വെച്ച് ചെടിച്ചട്ടികളായിരുന്നു. എല്ലാം അകത്തേക്ക് എടുത്ത് വെച്ചു. മുറ്റമൊക്കെ ക്ലീനാക്കി അടിച്ചു വാരി നല്ല പോലെ വൃത്തിയാക്കി. അവിടെ ഒരു പേരമരമൊക്കെ നിൽക്കുന്നുണ്ട്. നല്ല വൃത്തിയായി ക്ലീനായി. ഇനി നമ്മുടെ വീടിൻ്റെ പുറകുവശമാണിത്. പുറകുവശം മൊത്തം ചവറായിരുന്നു. മഴ പെയ്തിട്ട് എല്ലാം അടിച്ചു വാരി ക്ലീനാക്കി. നമ്മുടെ 10 മണിയനാണിത്. നല്ല റൗണ്ട് ഷേപ്പിൽ ഞാൻ വെച്ച് കൊടുത്തിരിക്കുകയാണ്. നല്ല അടിപൊളിയാണ്. ഇതെല്ലാം നല്ല ഭംഗിയായിട്ട് പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ആ വശത്ത് വാഴയാണ് നിൽക്കുന്നത്. അപ്പോൾ ശരി, അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം.